എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം. ഹാഗാർ, ഇശ്മായേൽ. തേരഹിന്റെ യാത്ര മെസൊപ്പൊട്ടേമിയയിലെ ഊറിൽ നിന്നും ആരംഭിച്ചു. ഹാരാനിൽ വന്നു. അവിടെ വെച്ച് തേരഹ് മരിക്കുന്നു. തേരഹിന്റെ പുത്രനായ അബ്രാം, he was still Abram at that time. And Abram continued the journey with Sarai and Lot. അങ്ങനെ അവർ കനാൻ ദേശത്തേക്ക് വന്നു. നോഹയുടെ മകൻ അവകാശമാക്കിയ കനാൻ ദേശം. അവിടെ നിന്നും ക്ഷാമം വന്നപ്പോൾ ഈജിപ്തിൽ പോയി. ഈജിപ്തിൽ രാജാവിന്റെ അവിടുന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തിരിച്ചു വീണ്ടും കനാനിൽ വന്നു. അബ്രഹാമിന് 75 വയസ്സൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത്. അത് കഴിഞ്ഞ് 10 വർഷമോടെ കഴിഞ്ഞു. അബ്രാമിന് 85 വയസ്സായി. ഇത് ഇന്നേക്ക് 4000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിശ്വാസത്തിന്റെ അതിപ്രൗഢമായ കഥയാണ്, സംഭവ കഥയാണ്. സാറായിക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അതൊരു പോളിഗമസ് സൊസൈറ്റിയാണ്. അബ്രാമിന് തന്നെ ഭാര്യ ഉണ്ടായിരുന്നു. പിന്നീട് അതുപോലെ കോൺകുബൈൻസ് എന്നൊക്കെ വേണേ പറയാവുന്ന വേറെ പല സ്ത്രീകൾ അബ്രാമിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പിന്നീട് പറയുന്നുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ സർവ്വസാധാരണമായ ഒരു പ്രാക്ടീസ് ആയിരുന്നു, പോളിഗമി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സാറായിക്ക് ഒരു പ്ലാൻ. ഒരു കുട്ടിയെ, തന്റെ ദാസിയായ ഹാഗാർ, മിസ്രൈമിൽ നിന്നും കിട്ടിയ ദാസിയാണ്, വിശ്വസ്തയാണ്. ഹാഗാറിൽ കൂടെ അബ്രാമിന് ഒരു കുട്ടിയെ ലഭിക്കുന്ന ഒരു പ്ലാൻ വന്നു. ആ പ്ലാൻ ഏകദേശമൊക്കെ സഫലമായി. ആൻഡ് ഹാഗാർ became pregnant. She conceived and she was carrying. അപ്പോൾ ഹാഗാറിന് ഒരല്പം മനസ്സിന്റെ ഒരു ചിന്താഗതിയൊക്കെ മാറി. പിന്നെ സാറായിയോടെ ചില നിന്ദയൊക്കെയായി. യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി എന്നാണ് പറയുന്നത്. അപ്പോൾ സാറായിക്ക് വിഷമം. സാറായി അബ്രാമിനോട് ചെന്ന് പറയുന്നുണ്ട്, ഇതുപോലെ പ്രശ്നമാണ്. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നൊക്കെ വളരെ താത്വികമായും വിശ്വാസപരമായും ഒക്കെ സാറായി ഭർത്താവായ അബ്രാമിനോട് പരാതി പറയുന്നു. അബ്രാം പറഞ്ഞു, എനിക്ക് ഇതിൽ പങ്കില്ല, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടെ. അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യത്തെ മരുഭൂമിയിലേക്കുള്ള യാത്രയാണ്. ഹാഗാറിനെ മരുഭൂമിയിലേക്ക് സാറായി വിടും. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനാകും. അത് കഴിഞ്ഞ് മരുഭൂമിയിലെ ഒരു കിണറിലേക്ക് വരും. കിണറിന്റെ അടുക്കൽ വരും. യഹോവ കാണുന്നു എന്നർത്ഥമുള്ള പേരൊക്കെ ആ കിണറിനിടും. തിരിച്ചു വന്ന് യജമാനത്തിയുടെ അടുത്തേക്ക് മടങ്ങി പോവുക എന്ന് പറയുന്നുണ്ട് ദൂതൻ. അതനുസരിച്ച് തിരിച്ച് അബ്രാമിന്റെ ഹൗസ് ഹോൾഡിൽ വരും. അങ്ങനെ ഹാഗാർ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കും, ഇസ്മായേൽ. യഹോവ കേൾക്കുന്നു എന്നർത്ഥമുള്ള ഇസ്മായേൽ എന്ന പേരിടുകയാണ്. കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനാണെന്നാണ് അവിടെ പറയുന്നത്. പിന്നീട് അടുത്തുള്ള സഹോദര വംശങ്ങളോടും എല്ലാം ഫൈറ്റ് ചെയ്യുന്ന ഒരു വംശത്തിന്റെ തുടക്കമാനോ എന്നാണ് പറയുന്നത്. 4000-ലധികം വർഷങ്ങൾക്ക് ശേഷം ഈ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം നാം ഇത് വായിക്കുമ്പോൾ, ഇതൊന്ന് ധ്യാനിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഇതെങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ബാധിക്കുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ്സ് ദ സ്റ്റോറി ഓഫ് പാട്രിയാർക്ക് അബ്രഹാം. എന്നാൽ പേഴ്സണലായിട്ട് നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ 1-2 പോയിന്റ്സ് വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് ഒരു പദ്ധതിയുണ്ട്. ശരിക്കും ഭാരതീയ തത്വചിന്ത പ്രകാരം ഓരോ വ്യക്തിക്കും അവന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ഭാരത തത്വചിന്ത പ്രകാരം 4 ലക്ഷ്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമ്മമാണ്. ധമ്മ എന്ന് സാൻസ്ക്രിറ്റിൽ പറയും. അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിന് 70, 80, 90 വയസ്സുള്ള ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മളെല്ലാം ഏറ്റവും ഉചിതമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ലൈഫിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ സാറായിക്കും അങ്ങനെ ഒരു തീരുമാനം വന്നു. തന്റെ ഭവനത്തിൽ ഒരു പ്രശ്നം വന്നു.
അടുത്ത ഒരു കുട്ടിയില്ല, എയർ അവകാശമില്ലാതെ വന്നപ്പോൾ സാറ സ്വയമായിട്ടൊരു തീരുമാനം അങ്ങെടുത്തു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വേറെയായിരുന്നു. ദൈവം പിന്നീട് പറയുന്നുണ്ട്, സാറായി കൂടെ തന്നെയാണ് കുട്ടി ഉണ്ടാകാൻ പോകുന്നത്, അവകാശി ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ക്ലാഷ് ആണ്, ഒരു കോൺട്രഡിക്ഷൻ ആണ്. എന്റെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനമാകണോ എന്ന് നിർബന്ധമില്ല. നാം പലപ്പോഴും പേഴ്സണലായിട്ട് പല തീരുമാനങ്ങളും എടുക്കും. ഉദാഹരണത്തിന് ഒരു 22 വയസ്സ് 23 വയസ്സുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ജീവിതത്തിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ യുവാവ് അല്ലെങ്കിൽ യുവതി ജോലിയിൽ പ്രവേശിക്കുന്നത്? എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം, ഐ വാണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡിപെൻഡ് ഓൺ മൈ പേരൻസ് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് എവറിഥിങ്, സോ ഐ നീഡ് ടു ഗെറ്റ് എ ഗുഡ് ജോബ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. എന്നാൽ മൈ ഡിയർ യങ്സ്റ്റേഴ്സ്, പ്ലീസ് തിങ്ക്, ദൈവം നിന്നെ ചിലപ്പോൾ ഇച്ചിരൂടെ ഉന്നതമായ ഒരു തലത്തിലേക്കായിരിക്കും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ 22 വയസ്സേ ആയിട്ടുള്ളൂ, 22 വർഷമായിട്ടതേ ഉള്ളൂ. ഇനിയും കിടക്കുന്നു 40, 50, 60 വർഷങ്ങൾ. അത്രയും വർഷം കൊണ്ട് നീ സമൂഹത്തിന്, അതിനാണ് യുഗധർമ്മം എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ധർമ്മയുമുണ്ട്, യുഗധർമ്മയുമുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്നെ ഒരു ശക്തമായ ഒരു ജോലി നൽകി, ഒരു സാമൂഹ്യ പ്രവർത്തകനാക്കി, ഒരു നല്ല അഭിഭാഷകയാക്കി, നല്ല ഒരു IAS ഓഫീസറാക്കി, നല്ല ഒരു ഡോക്ടറോ അങ്ങനത്തെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ലോകത്തിന് വരുത്തുവാൻ, ചരിത്രത്തിന് വരുത്തുവാൻ ഉള്ള ഒരു ജോലിക്കായി, നിയോഗത്തിനായി ദൈവം നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നീ എനിക്ക് 21-ാമത്തെ വയസ്സിൽ സെൽഫ് ഇൻഡിപെൻഡന്റ് ആകണം, അല്ലെങ്കിൽ പേരൻസിന്റെ ഡിപ്പെൻസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരേ ഒരു കാരണത്തിൽ നീ ദൈവത്തിന്റെ പ്ലാനിനെതിരായിട്ടാണോ പ്രവർത്തിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കരിയർ വൈസ് ഒക്കെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാറായി എടുത്ത പോലെ കോൺട്രഡിക്ടറി ടു ദ വിൽ ഓഫ് ഗോഡ് ആവരുത്. അതുപോലെയാണ് വിവാഹ സംബന്ധമായ തീരുമാനങ്ങളൊക്കെ. ഇന്ന് പലപ്പോഴും വിവാഹ ബന്ധങ്ങൾ നടക്കുന്നതിൽ 1-2 ക്രൈറ്റീരിയയേ ഉള്ളൂ. നല്ലൊരു ജോലി, പിന്നീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുടുംബം. എന്നാൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഡൈവോഴ്സുകളുടെ എണ്ണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ പ്ലാനിങ് സമയത്ത് പല വിട്ടുവീഴ്ചകളും, അല്ലെങ്കിൽ നാം അത്ര ഗൗരവമായിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് ഒരു ചെറിയ കുറ്റസമ്മതം സഭയായിട്ട്, സമൂഹമായിട്ട് ചെയ്യേണ്ടതാണ്. അത് വളരെ വ്യക്തവുമാണ്. കാരണം സെപ്പറേഷൻ വേണ്ടെങ്കിൽ ഇട്ടേച്ചു പോകാൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു സ്വല്പം ശ്രദ്ധക്കുറവ് വരും. എന്നാൽ ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടെങ്കിൽ ഇട്ടേച്ചു പോകാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ദെർ വാസ് നോ ഡൈവോഴ്സ്. ഡൈവോഴ്സ് ചെയ്യുന്നത് വലിയൊരു സമൂഹത്തിൽ, കുടുംബത്തിന് തന്നെ ഒരു അപമാനമാകുന്ന ഒരു കാലമായിരുന്നു ഒരു 60-70 വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ് വാസ് വെരി വെരി സീരിയസ്. അറ്റ് ദ സെയിം ടൈം വന്നാലും എന്റെ വിധി എന്ന് കരുതി പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുകയാണ്. രണ്ടിനും രണ്ടിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ന്യായമായ ഡൈവോഴ്സുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഹാഗാറിനെ നാം പഠിക്കുമ്പോൾ, അബ്രാമിനെ നാം പഠിക്കുമ്പോൾ, ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ, ചില തെരഞ്ഞെടുപ്പുകൾ നിന്റെ പേഴ്സണൽ തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ തന്നെ either you can make a new path or you can break the existing great path. 2 കേസും ഞാൻ വിശദമാക്കാം. ഒരു അത്യാവശ്യം നല്ല പേരും പെരുമയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് വിചാരിക്കുമോ? നിങ്ങളുടെ 4 പേരൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നാട്ടിൽ നല്ല പേരും പദവിയും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ നിങ്ങൾ പറയുകയാണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ സച്ച് ഇറലവന്റ് തിങ്സ്, ഐ ലീവ് മൈ ലൈഫ് എന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ച് നടന്ന് കാരണവന്മാർ നൂറ്റാണ്ടുകൾ കൊണ്ട്, തലമുറകൾ കൊണ്ട് വെച്ച് വരുത്തിയ ഒരു നല്ല ഒരു പേരും പെരുമയും, അതൊക്കെ ദൈവസന്നിധിയിൽ വലിയ വിലയേറിയതാണ്. നിനക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചാണ് നമ്മുടെ 4 പേരൻസ് അങ്ങനെ ഒരു പേരുണ്ടാക്കി തന്നത്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. സോ യു ബ്രേക്ക് ദാറ്റ് ഗ്രേറ്റ് ട്രഡീഷൻ. എന്നിട്ട് നമ്മളെ സ്വയം അങ്ങ് ഡിക്ലെയർ ചെയ്യാണ്, ഐ ആം ആൻ ഇൻഡിപെൻഡന്റ് പേഴ്സൺ, ഐ ആം നോട്ട് ഡിപെൻഡന്റ് ഓൺ the legacy of it's a burden upon me, oh my dear friends. Is it a correct approach? ഇനി രണ്ടാമതൊരു കേസ് വരുന്നുണ്ട്.
നിങ്ങൾ അത്ര വലിയ ഫേമസ് ഒരു കുടുംബത്തിലൊന്നുമല്ല, നിങ്ങൾ അത്ര വലിയ പണവുമില്ല, നിങ്ങളൊരു ദരിദ്രമായ ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നിന്നെ വിളിക്കുന്നു. നിന്നെ അനേകർക്ക് വെളിച്ചമായി നിന്നെ വിളിച്ചു എന്ന് നീ അത് ഉൾക്കൊണ്ട് നീ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ഒരു ജോലി, നല്ല ഒരു ലൈഫ്, നിന്റെ കുടുംബത്തിൽ നിന്നൊരു IAS ഓഫീസറായി നീ അങ്ങോട്ട് വരുമ്പോൾ പിന്നീട് അനേക തലമുറകൾ പറയും, ഓ ദിസ് ഈസ് ദ ഫാമിലി ഓഫ് ദാറ്റ് IAS മാഡം, this is the family of that judge madam, this is the family of that great doctor, great scientist. You are making a path for generations to come. That is the role of a patriarch. ഇവിടെ അബ്രഹാമിന്റെയും സാറായുടെയും കേസിൽ അതാണ് പറ്റുന്നത്. എന്നാൽ ഹാഗാറിന് കുട്ടിയുണ്ടാവുകയാണ്, ഇസ്മായേൽ. അത് പിന്നീട് 12 പ്രഭുക്കന്മാരുടെ പിതാവായിട്ടൊക്കെ മാറും. പിന്നീട് അറബ് ദേശത്തുള്ള സകല വംശങ്ങളുടെയും ഒരു കോമൺ പേരന്റായിട്ട് ഇസ്മായേൽ മാറുകയാണ്. അവിടെ ഒരു അനീതി സംഭവിക്കുകയാണ്. നമ്മളുടെ വശത്ത് നിന്ന് കഥ പറയുമ്പോൾ ഇസ്മായേലും ഹാഗാറും എല്ലാം നമുക്ക് വേണ്ടാത്തവരാണ്. കാരണം ഈ പെൻറ്റേക്ക് ബുക്സൊക്കെ പിന്നീട് മോശയുടെ കാലത്തൊക്കെയാണ് ക്രോഡീകരിക്കുന്നത്. അതുകൊണ്ട് ജൂയിഷ് സെമിറ്റിക് റിലീജിയന് ആവശ്യമുള്ള രീതിയിലാണ് എപ്പോഴും പഴയ നിയമം എഴുതിയത്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ കുടുംബചരിത്രം എഴുതുന്ന പോലെയാണ്, നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താണ് എഴുതുന്നത്. എന്നാൽ ദൈവം നമ്മളുടെ കുടുംബത്തിന്റെ ഒരു സൈഡിലുള്ള ഏജന്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മളുടെ വംശത്തിന്റെ ആളൊന്നുമല്ല. ദൈവം മോളിൽ നിന്നും ഇതെല്ലാം കാണുന്നവനാണ്. അബ്രാമേ, സാറായി, നിങ്ങളൊരു അനീതി എഴുതിയിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് വന്ന ഈ ദാസിയോട് നീ ഒരു അനീതി ചെയ്തു. അത് ദൈവത്തിന്റെ സന്നിധി കണ്ണിനത് അനീതിയാണ്. അതുകൊണ്ടാണ് ദൈവം ദൂതനെ അയക്കുന്നത്. പിന്നീട് അത് സെമിറ്റിക് ജൂയിഷ് റിലീജിയന്റെ ഒരു ഭാഗമല്ലാത്തതുകൊണ്ട് അത് നമ്മളുടെ മെയിൻ സ്ട്രീം ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ നിന്ന് മനഃപൂർവ്വം അങ്ങ് മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ ഹിതം പോലെ നടക്കുമ്പോൾ പല അനീതിയും നാം മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കണ്ണു തുറന്നു വെക്കണം. ഡിയർ ഫ്രണ്ട്സ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാണിപ്പാനിരിക്കുന്ന വാഗ്ദത്ത ദേശത്തിന്റെ പേരിൽ ഇന്നും അനേക പിഞ്ചുകുഞ്ഞുങ്ങൾ, ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ, 5 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പൊട്ടി ചിതറിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നടക്കുമ്പോൾ അത് ദൈവഹിതമാണ്, ദൈവം കാണിച്ച വാഗ്ദത്ത ദേശത്ത് പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഏത് ദൈവത്തിന്റെ പേരിലാണ് എന്ന് കാലവും ചരിത്രവും ചോദിക്കുകയാണ്. നിന്നെ അനുഗ്രഹമാക്കാനാണ്, വെളിച്ചമാകാനാണ് അബ്രാമേ നിന്നെ വിളിച്ചിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പൊട്ടി തെറിപ്പിക്കാനല്ല. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ലോകം ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദേശത്തിന്റെ കഥയുടെ പേരിലാണ് ഇത് നടക്കുന്നത്. ഈയിടെയും BBC ന്യൂസിലെ ഒരു ഗ്ലോബൽ സ്റ്റോറി ചർച്ചയിൽ ഒരു സൈഡ് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. And we are still hopeful that God will give us the promised land in the Bible. ഒരു ആർഗ്യുമെന്റാണ്. വളരെ വളരെ വ്യക്തമായിട്ട് നാം ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം, പരിച്ഛേദന, സർക്കംസിഷൻ. അങ്ങനെ 86-ാമത്തെ വയസ്സിൽ ഇസ്മായേൽ ഉണ്ടാകുന്നു. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷം അബ്രാം പിതാവിന് 99 വയസ്സാകുമ്പോൾ ദൈവം അബ്രാമുമായിട്ടുള്ള ആ ഒരു കവനന്റ് ഒന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം ഒരു മാരിവിൽ ഉടമ്പടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അബ്രാമിന്റെ ഊഴമാണ് ചരിത്രത്തിൽ ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അബ്രാമേ, നിന്റെ കുട്ടി, നീ ഇന്നു മുതൽ അവിടെയാണ്. ഈ 17-ാം അധ്യായത്തിലാണ് ദൈവം അബ്രാമിന്റെയും സാറായിയുടെയും പേര് മാറ്റുന്നത്. അബ്രാം ഉന്നത പിതാവെന്നാണ് അബ്രാം എന്ന വാക്കിന്റെ അർത്ഥം. അത് മാറി അബ്രഹാം, ജനതതികളുടെ പിതാവ്. ആൻഡ് യു വിൽ ബി ദ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്സ്. അങ്ങനെ ഒരു റീക്രിസ്ത്യനിങ്, ഒരു നാമമാറ്റം നടക്കുകയാണ്. അത് കഴിഞ്ഞ് സാറായി വിൽ ബിക്കം സാറ. സാറായി എന്ന വാക്കിന്റെയും സാറ എന്ന വാക്കിന്റെയും മൂലാർത്ഥം പ്രിൻസസ് എന്ന് തന്നെയാണ്, രാജകുമാരി, രാജ്ഞി എന്നാണ്. നീ ജനതതികളുടെ മാതാവുമായി മാറും.
നിനക്ക് ഇസഹാക്ക് എന്നുള്ള പേര് അവിടെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അബ്രാം കവിണ്ണു വീണ് ചിരിച്ചു എന്നാണ് പറയുന്നത്. 99 വയസ്സിൽ ഇനിയും കുട്ടിയുണ്ടാവുമെന്ന് പറയുമ്പോൾ അബ്രാം കവിണ്ണു വീണ് ചിരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പരിച്ഛേദന, സർക്കംസിഷൻ എന്ന ഒരു വലിയ നിയമം ആ സമയത്ത് ആരംഭിക്കുകയാണ്. എല്ലാ പുരുഷ പ്രജയും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധം സ്വന്തം ശരീരത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ രക്തം ചിന്തിക്കൊണ്ടുള്ള ഒരു ഉടമ്പടി ബന്ധം എല്ലാ പുരുഷ പ്രജയും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 8-ാം ദിവസം ഒരു കുട്ടിയെ പരിശോധന ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. പിന്നീട് യേശുക്രിസ്തുവിന്റെ കാലം വരുമ്പോൾ യേശുക്രിസ്തു 8-ാം ദിവസം യേശു എന്ന പേർ യേശുവിന് ഇട്ടു. പരിച്ഛേദന ദിവസത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അബ്രാം പിതാവ് 99 വയസ്സിലാണ് പരിച്ഛേദന ചെയ്യുന്നത്. കാരണം അന്നാണ് കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ ഇസ്മായേൽ 13-ാമത്തെ വയസ്സിലും പരിച്ഛേദന ഏൽക്കും. പിന്നീട് ഇസഹാക്കിന്റെ കാര്യം വരുന്നു. ഇന്ന് നാം ഇതുമായിട്ടൊക്കെ ഇതൊരു റൈറ്റ് ഡീപ് പാസേജ് എന്ന് വേണേ പറയാം. ഒരു ഇനിഷ്യേഷൻ സെറമണിയാണ്. എല്ലാ മതങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രാമിലൂടെ സെമിറ്റിക് റിലീജിയനായ ജുദായിസം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിന് ചില കാനോനികമായും ചില റിച്വൽസും ഒക്കെ വന്നേ ഒക്കത്തോളൂ. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. പിന്നീട് മോശയുടെ കാലം വരുമ്പോഴാണ് നിയമങ്ങൾ, ന്യായപ്രമാണങ്ങൾ കൂടുതൽ ശക്തമായി വരുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളും എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ അതിന് ചില ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ വേണം. എന്നാൽ യേശു പരിച്ഛേദന ഏറ്റു എന്ന് തന്നെയാണ് ശക്തമായി പണ്ഡിത മതം. വേദപുസ്തകത്തിൽ അതിന്റെ വ്യക്തമായ സൂചനയുണ്ട്. എന്നാൽ പിന്നീട് പൗലോസ് വരുമ്പോൾ നിന്റെ ഫോർസ്കിന്നിന്റെ പരിശോധനയല്ല നീ ചെയ്യേണ്ടത്, അഗ്രചർമ്മത്തിന്റെ പരിശോധനയല്ല, നിന്റെ ഹൃദയത്തിന്റെ പരിശോധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി പരിശോധന ഏറ്റെടുത്തില്ല. യുദായിസത്തിൽ നിന്നും പരിച്ഛേദന എന്ന ഇനിഷ്യേഷൻ സെറമണി ക്രിസ്ത്യാനിറ്റി ഏറ്റെടുക്കുന്നില്ല. ക്രിസ്ത്യാനിറ്റി പിന്നെ മാമോദിസ, സ്നാനം, ബാപ്റ്റിസമാണ് ഏറ്റെടുക്കുന്നത്. അതിനെപ്പറ്റിയുള്ള തർക്കങ്ങളും എല്ലാം നടക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം ഒരു സ്റ്റേബിൾ ഫോമിൽ, ഒരു മാനിഫെസ്റ്റ് ഫോമിൽ, ഒരു കവനന്റായി മാറി. ഒത്തിരി ചിന്തിക്കേണ്ട 2 അധ്യായങ്ങളാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, നമ്മളുടെ പ്ലാനും ദൈവത്തിന്റെ പ്ലാനും. ഇതൊരു പാട്രിയാർക്കിനെ തെരഞ്ഞെടുക്കുകയാണ്. 4000 വർഷങ്ങളായിട്ട് ആ ഒരു തെരഞ്ഞെടുപ്പ്, അബ്രഹാം എന്ന പാട്രിയാർക്കിന് ഇന്നും ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര മഹത്തായ ഒരു നിമിഷമായിരുന്നു അത്. നമ്മിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് വലിയൊരു മാറ്റം, ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾ, പേഴ്സണൽ തെരഞ്ഞെടുപ്പുകൾ മേ ബി ദൈവത്തിന്റെ കണ്ണുകളിൽ വലുതായി മാറും. പരിശോധന, ഹൃദയത്തിന്റെ പരിശോധനയാണ് നടക്കേണ്ടത്. പിന്നീട് സ്നാനം വരുമ്പോഴും അത് തന്നെയാണ്. കണ്ണുകൾ അടയ്ക്കാം. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ഫാദർ എബ്രഹാം, വിശ്വാസികളുടെ പിതാവെന്നൊക്കെ പിന്നീട് വരും. സ്നാപക യോഹന്നാൻ പിന്നീട് പറയുന്നുണ്ട്, അബ്രഹാം പിതാവിന് കല്ലുകളിൽ നിന്ന് പോലും കുട്ടികളെ നൽകുവാൻ കഴിവുള്ള ദൈവമാണ്. യേശുക്രിസ്തു ഓരോരുത്തരെയും വിശ്വാസ പാരമ്പര്യത്തിലേക്ക് പാപികളെ കൊണ്ടുവരുമ്പോൾ, രോഗികളെ കൊണ്ടുവരുമ്പോൾ, നീയും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഫെയ്ത്ത് ട്രഡീഷൻ ഓഫ് എബ്രഹാം. എന്നാൽ നിന്റെ ട്രഡീഷൻ നിനക്കൊരു വിലങ്ങുതടിയായി മാറല്ല്. മറ്റുള്ളവരെ അടിച്ചമർത്തി അവരെ നശിപ്പിച്ച് അവനെ കൊല്ലുവാനല്ല, അനുഗ്രഹമാകുവാനാണ്. നമ്മളുടെ ധ്യാനം തുടരും. പണ്ട് സൺഡേ സ്കൂളിൽ വെച്ച് പഠിച്ച ഒരു പാട്ട്, VBSൽ വെച്ച് പഠിച്ച ഒരു പാട്ടിന്റെ ഏതാനും 4 വരിയേ ഉള്ളൂ. എളുപ്പമാണ് പഠിക്കാൻ. ഒരുമിച്ച് പാടി അവസാനിപ്പിക്കാം. Father Abraham has many sons, many sons have Father Abraham. I am one of them and so are you. So let us praise the Lord. Father Abraham has many sons, and many sons have Father Abraham. I am one of them and so are you.
So let us praise the Lord. ഫാദർ എബ്രഹാം, ഹാഗാർ, ഇസ്മായേൽ, ഹൃദയങ്ങളുടെ പരിച്ഛേദന. ആമേൻ.